ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. പക്ഷെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കണ്ടില്ലേ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല, സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അവൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കൊല ചെയ്യപ്പെട്ടത്. ഓഗസ്റ്റ് 11 ബീഹാറിൽ ഒരു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ ജൂലൈ 30 ഒരു നഴ്സിനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വകുപ്പ് തട്ടിക്കൊണ്ടുപോയി. ഓഗസ്റ്റ് 8 അവളുടെ ബോഡി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ അവൾ പീഡനത്തിന് ഇരയായി എന്നും കണ്ടെത്തി. 2012 നിർഭയ കൊല ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നൊക്കെ. എന്നിട്ടോ ഒരു സ്ത്രീ മൃഗീയമായ പീഡനത്തിന് ഇരയായി കൊല ചെയ്യപ്പെടുമ്പോൾ ചർച്ചയും പ്രതിഷേധവും ഒക്കെ നടത്തും. പിന്നെ അതങ്ങ് മറക്കും. വീണ്ടും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴാണ് വീണ്ടും ചർച്ചയും പ്രതിഷേധവും ഒക്കെ നടക്കുന്നത്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഓരോ 6 മിനിറ്റിലും ഇന്ത്യയിലെ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾ അത്ര സേഫ് അല്ല എന്നൊരു വീഡിയോയ്ക്ക് താഴെ കണ്ട ഒരു കമന്റാണ്. റേപ്പ് കേസുകൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 90 94 എന്തോ ആണ്. ആ രാജ്യത്ത് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ കേസസ് ഉണ്ട്, ഈ രാജ്യത്ത് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ കേസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മത്സരയിനമൊന്നുമല്ല. ഈ രാജ്യത്തൊരു സ്ത്രീ പീഡനത്തിന് ഇരയായെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ അവിടെ കൂടുതലാണ് ഇവിടെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യാനല്ല. പിന്നെ വേറൊരു കാര്യം, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ കണക്കനുസരിച്ചാണ് ഏത് രാജ്യത്താണ് കൂടുതൽ കേസ് എന്ന് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ വലിയൊരു ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ് കാരണവും അറിയാവോ? പേടിച്ചിട്ട്. കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ ആളുകൾ അറിയും. അവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എല്ലാവരും അവളെ കുറ്റപ്പെടുത്താനേ നോക്കൂ. ഉദാഹരണം പറയാം, ഡൽഹിയിലെ നിർഭയ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു, അവൾ എന്തിനാ രാത്രിയിൽ ഇറങ്ങി നടന്നത്, അതുകൊണ്ടല്ലേ എന്ന്. ഇരയെ കുറ്റപ്പെടുത്താനാണ് നോക്കുന്നത്. ഒറ്റയ്ക്ക് പോയത് കൊണ്ടല്ലേ, ആ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ. അഭയയും നിർഭയും ഒക്കെ മരിച്ചു, അവരെ കൊന്നു. അവരിന്ന് ജീവനോടെ ഇല്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്താനാണ് ഒരു വിഭാഗം ആളുകൾ നോക്കുന്നത്. അപ്പോൾ പീഡനത്തിന് ഇരയായി ജീവനോടെ ഇരിക്കുന്ന ആളുകൾ എന്തൊക്കെ കേൾക്കേണ്ടി വരും? അതൊക്കെ പേടിച്ചിട്ടാണ് പലരും കേസ് കൊടുക്കാൻ മടിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ചില ആളുകൾ സ്ത്രീകളുടെ ജീവന് ഒരു വിലയും നൽകുന്നില്ല എന്ന്, സ്ത്രീകളെ മനുഷ്യരായിട്ട് പോലും കണക്കാക്കുന്നില്ല എന്ന്. ചില കമന്റ് ബോക്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകളെ വസ്തുക്കളോട് ഉപമിക്കുന്നത്, സ്ത്രീകളെ യൂസ് ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു സാധനമായിട്ടാണ് ചില ആളുകൾ കാണുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവർക്ക് തോന്നുമ്പോൾ പീഡിപ്പിക്കും, അത് കഴിഞ്ഞാൽ കൊല്ലും. ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയില്ലേ, അത്രയും വിലയെ ചില ആളുകൾ സ്ത്രീകൾക്ക് നൽകുന്നുള്ളൂ. സ്ത്രീകളെ മനുഷ്യജീവിയായിട്ട് പോലും ഈ കൂട്ടർ കാണുന്നില്ല. അവരുടെ ജീവന് ഒരു വിലയും നൽകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളോട് ആൺമക്കളോട് പറയുക, സ്ത്രീകളും മനുഷ്യരാണ് എന്ന്. സ്കൂളുകളിലും വീട്ടിലുമെല്ലാം പെൺകുട്ടികൾക്ക് മാത്രമാണ് ഉപദേശവും ക്ലാസ്സും ഒക്കെ കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇല വന്ന മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. ഇനിയെങ്കിലും ഇലകൾക്ക് മാത്രമല്ല മുള്ളുകൾക്കും ഉപദേശവും ക്ലാസ്സും ഒക്കെ കൊടുക്കണം. കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എന്താണ് ശരി എന്താണ് തെറ്റ്, പിന്നെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. സ്കൂൾ എന്നത് പഠിച്ച് ജോലി വാങ്ങാൻ പോകുന്ന ഒരു സ്ഥലം മാത്രമല്ല, ഒരു നല്ല സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണ്. അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണം. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ എത്രയും വേഗം വേണ്ട നടപടികൾ എടുക്കണം.